ഹായ്, ഇന്ന് ഞാനൊരു ചക്ക വെച്ചിട്ടൊരു സ്പെഷ്യൽ ആണ് ഇത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ചക്ക വെച്ചിട്ട് ഒരു പഴക്കേക്ക് നമ്മൾ ഉണ്ടാക്കില്ലേ, സാധാരണ 4 മണിക്ക് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ട്രിവാൻഡ്രം സൈഡിലൊക്കെ എല്ലാവരും ഉണ്ടാക്കും. അതിൻ്റെ വീഡിയോ ഞാൻ പഴം വെച്ചിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചക്ക വെച്ചിട്ടാണ്. ഇപ്പോൾ ചക്ക ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴത്തിനേക്കാളും ടേസ്റ്റാണ്. ഈ മഴ സമയത്തൊക്കെ കഴിക്കാൻ നല്ല ഒരു വൈകുന്നേരം ചായക്ക് ബെസ്റ്റ് ഒരു സ്നാക്സാണ്. പിന്നെ അതിൻ്റെ മാവ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് പിറ്റേന്ന് കുട്ടിക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തു വിടാം. അതിൻ്റെ മാവ് ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. തണുപ്പ് മാറുമ്പോൾ രാവിലെ അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാൻ കൊള്ളാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിൽ ഞാനൊരു 10 ചുള ആണ് ചേർത്തിരിക്കുന്ന ചക്ക. അത് ഇത്തിരി വലിയ ചക്കയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ഒരു 3-4 പഴം. ഇത് ഉണ്ണിയപ്പം പോലെയല്ല, പഴം കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ്. ചക്കയും അങ്ങനെ തന്നെ. കൂടിപ്പോയാൽ എണ്ണ കുറച്ച് അതിൽ കൂടുതൽ പിടിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് കൂടും. നമ്മൾ പഴവും ചക്കയും കൂടുമ്പോൾ വളരെ സോഫ്റ്റായിട്ടും വരും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്ക പഴക്കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു 10 ചുള ചക്കയാണ്. ഇത് ഒരു മധുരം കുറഞ്ഞ ചക്കയാണ്. നല്ല ചക്കയാണ്, പക്ഷെ മധുരം ഇത്തിരി കുറഞ്ഞു പോയി. അപ്പോൾ നല്ല വലിയ ചുളയാണ്. അപ്പോൾ നിങ്ങൾ ചെറുതാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണം. പിന്നെ പഞ്ചസാര ഒരു 1/2 കപ്പ്, നല്ല മധുരമാണ് 1/2 കപ്പ് ചേർക്കുമ്പോൾ. പിന്നെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ സോഡാപ്പൊടി 2 പിഞ്ച് സോഡാപ്പൊടി ചേർക്കണം. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ 1 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബ്രെഡ് ക്രംസ്, ഞാൻ ഒരു ബ്രെഡ് സ്ലൈസ് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്താണ്. അത് ചേർക്കണം നിർബന്ധമില്ല. പിന്നെ ഏലക്ക തരി, അതൊരു 3 ഏലക്കായുടെ അത് ഞാൻ എടുത്തു. പിന്നെ ഒരു 1/2 സ്പൂൺ നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എണ്ണ ചൂടാകുമ്പം കുറച്ച് നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചാലും മതി. പിന്നെ മൈദയും കുറച്ച് ഗോതമ്പ് പൊടിയും. നമുക്ക് ആദ്യം ഈ ചക്കയും പിന്നെ പഞ്ചസാരയും പിന്നെ ഏലക്കായുടെ തരിയും കൂടെ ഒരുമിച്ച് അരച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞ് കിട്ടും, ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞും കിട്ടും. അതിൻ്റെ കൂടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ തരിയായിട്ട് കിടക്കും കടിക്കുമ്പോൾ. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തു. ബൗളിലേക്ക് ഒഴിക്കാം. ഇത് ഞാനിന്ന് ബാൽക്കണിയിൽ വെച്ചാണ് എടുക്കുന്നത്. മഴയായതുകൊണ്ട് കിച്ചണിൽ വെളിച്ചം കുറവാണ്. ഈ ബൗളിലേക്ക് ഒഴിച്ച ശേഷം നമുക്ക് ഈ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും. പിന്നെ ഒരു 2 പിഞ്ച് സോഡാപ്പൊടി. നല്ല സോഡാപ്പൊടിയാണെങ്കിൽ 1 പിഞ്ച് മതി. ഇത് 1 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ സോഡാപ്പൊടി ചേർക്കണ്ട. നമ്മൾ ഈ ബ്രെഡൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് അത് നല്ല ഒരു മയം വരും ഉള്ളിൽ. പിന്നെ ഈ ബ്രെഡും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് അലിഞ്ഞ് കുതിർന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് മാവ് ചേർക്കാം. ഞാൻ മൈദ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. മൈദ ചേർക്കണം നിർബന്ധമില്ല. ഒരു 2 സ്പൂൺ മൈദയെ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിൽ നെയ്യ് നിങ്ങൾക്ക് 1/2 സ്പൂൺ വേണമെങ്കിൽ ചേർത്താൽ മതി. നെയ്യ് ഇഷ്ടമില്ല അല്ലെങ്കിൽ അലർജി ഉള്ളവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി ഒന്ന് അതിനകത്ത് അരപ്പ് എല്ലാം കൂടി എടുത്ത് ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതുപോലെ ആക്കിയാൽ നല്ല മയം വരും. ഇതിൽ 2 സ്പൂൺ മൈദ ചേർക്കുകയാണ്. വെറും ഗോതമ്പ് പൊടി വെച്ച് മാത്രമാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഗോതമ്പ് പൊടി ഞാനൊരു 1.5 കപ്പ് ഞാൻ ചേർക്കുകയാണ്. ഇത് ഞാൻ 1/2 കപ്പാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 3 പ്രാവശ്യം മാവിടുകയാണ്. ചക്ക 10 ചുള ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 കൂടുതൽ ചേർക്കാം. ഇതൊരു വലിയ പീസാണ്, അതുകൊണ്ട് 10. ഞാൻ കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റ് വരും. ഇതിൽ ഒരു 1.5 കപ്പ് മാവ് കൂടി ചേർത്ത് ഇനി വെള്ളം വേണ്ടി വരും. മിക്സ് ചെയ്യുമ്പോൾ കട്ട കെട്ടാതെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഞാൻ ഏകദേശം 3/4 കപ്പ് വെള്ളം ഇതിൽ ചേർത്തു. ഞാൻ അളവ് പറയാത്തത് നിങ്ങൾ അതിൻ്റെ കണക്കനുസരിച്ച് ചേർക്കണം. നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല ഒരു കട്ടിക്കിരിക്കണം. നമ്മളിങ്ങനെ എടുത്ത് നമ്മൾ എണ്ണയിൽ ഇടാൻ പറ്റണം. ലൂസായി പോയാൽ കുറച്ചുകൂടി എണ്ണ കുടിക്കും.
ഞാനിപ്പോൾ ഇത് ഒരു അരമണിക്കൂറേ വെച്ചോളൂ. ഒരു മണിക്കൂറെങ്കിലും വെച്ചാൽ നന്നായിരിക്കും. കൈ നനച്ചിട്ട് ഇങ്ങനെ എടുത്തിടണം. വെള്ളം കൂടിയാൽ ഷേപ്പ് കിട്ടാൻ പാടാണ്, അതങ്ങ് കുറച്ച് നീണ്ടു പോവും. വെള്ളം കണക്കിനാണെങ്കിൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ അതിൽ വരും. കൈ ഒന്ന് നനച്ചിട്ട് വേണം ഈ മാവ് അതിനകത്ത് ഇടാൻ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് ഇതിനകത്ത് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. നല്ല റൗണ്ടിൽ വരും. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. ശരിക്കും ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന ഒരു മണമാണ് ഇത് ഉണ്ടാക്കുമ്പോൾ. നല്ല ടേസ്റ്റുമാണ്. ചെറിയ തീയിലിട്ട് വേണം ഇതുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല. നമുക്ക് അത് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഇങ്ങനെ എടുക്കണം. ഇത് ചക്ക ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ഒരു കളറാണ്. പഴത്തിന് ഇത്രയും ഈ കളറല്ല, കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ശർക്കര ചേർത്ത് വേണമെങ്കിലും ഇതുണ്ടാക്കാം. എന്നാലും പഞ്ചസാരയാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഈ ചക്ക വെച്ച് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇടാൻ പോവാണ്. നിങ്ങൾക്ക് കൈ പൊള്ളുമെന്ന് പേടിയുള്ള പുതിയ കുട്ടികൾ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു കവറിൻ്റെ ഉള്ളിൽ മാവ് നിറച്ചിട്ട് അറ്റത്ത് ഒരു ചെറിയ ഹോളിട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഐസിങ് ചെയ്യണ മാതിരി പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പേടിയുള്ളവർ, എണ്ണയിലിടാൻ പേടിയുള്ളവർക്ക്, പക്ഷേ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ പഴക്കേക്ക് റെഡിയായി. നല്ല ടേസ്റ്റ്, നല്ല മണവുമാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.